നിന്നെ പൂട്ടട്ടോ നിന്നെ. എന്താ വിചാരിച്ചത്? എന്താ വിചാരിച്ച? എന്താ വിചാരിച്ചോ? എന്താ എന്താ ഇത്? എന്താ ഇത്? ഇപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? എന്താ നിന്റെ ഉദ്ദേശം? എന്താ ഇവൻ നിങ്ങളുടെ മുറിയിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. ഇവനാള് ശരിയല്ല. അമ്മാവൻ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവന് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു രോഗമുണ്ട്, സോംനാംബുലിസം, സ്വപ്നാടനം. നിരപരാധികളെ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നതാ ഇവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദം. വിശ്വാസ 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 വിശ്വനാഥ, നിന്നെ വിളിക്കൂ ഉണ്ണികൃഷ്ണ. വിശ്വനാഥ, ഞാൻ എവിടെയാണ് വിശ്വനാഥ? നിന്റെ പഴയ അസുഖം ഇതുവരെ മാറിയില്ലേ ഉണ്ണികൃഷ്ണ? ഇല്ല വിശ്വനാഥ, ഇപ്പൊ കൂടിയിട്ടുള്ളൂ. ഇപ്പൊ എനിക്ക് പകലും സോമനാംബുലിസം തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ നിനക്ക് ഞാൻ ടൈഗർ ബാം തരാം. ഈ രോഗത്തിന് ഒരു ചികിത്സയേ ഉള്ളൂ. രാത്രിയിൽ നാഷണൽ ഹൈവേ കൊണ്ടുപോയി കുറച്ച് ഭൃതിഞ്ചകൻ ലേഹ്യം കൊടുത്ത് ഫുട്പാത്തിൽ മയക്കി കിടത്തുക. രാത്രിയിൽ എഴുന്നേറ്റ് ഏതെങ്കിലും ലോറിക്ക് അടവച്ചോളും. കിടക്കൂ. ഇത് തന്നെയാ. എങ്ങനെയുണ്ട് സ്വർണ്ണദാ സാറിന്റെ അസുഖമൊക്കെ? കുഴപ്പമില്ല, ഇപ്പൊ കുറവുണ്ട്. ഞാൻ മാങ്ങ പറിക്കായിരുന്നു. ഇപ്പോഴാണല്ലോ പച്ചമാങ്ങയുടെ ആവശ്യമൊക്കെ. ശ്രീമതിയെ വിളിച്ചേ? വിളിക്കാം, പക്ഷേ ഒരു ചെറിയ കുഴപ്പം പറ്റിയിട്ടുണ്ട്. എന്ത് പറ്റി? ലതയുടെ അസുഖം അന്വേഷിച്ച് നാട്ടിൽ നിന്ന് മുത്തശ്ശി വന്നിട്ടുണ്ട്. മുത്തശ്ശി ലതയ്ക്കിട്ട പേര് ഇന്ദുന്നാ. സ്കൂളിൽ ചേർക്കുമ്പോ മുത്തശ്ശി അറിയാതെയാ ലതയുടെ അച്ഛൻ സ്വർണ്ണലത എന്ന് പേര് മാറ്റിയത്. ആ പേരാണെങ്കിൽ മുത്തശ്ശിക്ക് ഭയങ്കര അലർജിയാ. അതുകൊണ്ട് മുത്തശ്ശിയുടെ മുന്നിൽ വെച്ച് ലതയെ ഇന്ദുന്നേ വിളിക്കാവൂ. അത്രയേ ഉള്ളോ? അത് ഞങ്ങൾ ഏറ്റു. വാ. മിസ്സസിന് ബെഡ് റെസ്റ്റ് ആണല്ലേ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്? ബെഡ് റെസ്റ്റോ? ആ, നിങ്ങൾ എന്നെ പറഞ്ഞേ പ്രഗ്നൻസി പീരീഡിൽ ഉമ്മറത്ത് റെസ്റ്റ് എടുക്കൂന്ന് പറഞ്ഞാൽ അകത്ത് പോയി കിടക്കൂട്ടി. ആ, അല്ല, ആൺകുട്ടി വേണോന്നാണോ പെൺകുട്ടി വേണോന്നാണോ? എനിക്ക് അങ്ങനെയൊന്നുമില്ല. മുഖം കണ്ടാലറിയാം ഒരു രക്തക്കുറവുണ്ട്. ഏയ്, ഇത് അതുകൊണ്ടൊന്നുമല്ല. ഇവക്ക് എപ്പോഴും ഒരു വിളറിയ മോന്തയാ. ഇതാ കുറച്ച് ഫ്രൂട്ട്സും സ്വീറ്റ്സും. ഇനി തൊട്ട് രണ്ടാൾക്കാരുടെ ആഹാരം വേണ്ടതല്ലേ? ഏയ്, ഇതെവിടേക്ക് കൊടുത്താൽ ശരിയാവില്ല. സമയാസമയത്ത് ഞാൻ തന്നെ കറക്റ്റ് ആയിട്ട് കൊടുത്തോളാം. താൻ എന്ത് പോക്കത്തിനാ ഇവരോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ലീവ് കിട്ടിയാ പോരെ കുഴി എണ്ണണോ? അയ്യോ, എന്താ ഒരു രഹസ്യം പറച്ചിൽ? മാങ്ങ പറിച്ചില്ലേന്ന്. ഈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലും പച്ച മാങ്ങയിലാ താല്പര്യം. എന്താ? Natural. എന്താ ആരവരൊക്കെ? ഓഫീസിലെ സ്റ്റാഫാ മുത്തശ്ശി. ഇന്ദു സാറിന് വിശേഷമെന്ന് പറഞ്ഞു വന്നതാ. എന്ത് വിശേഷം? അതെ, അത് തന്നെ. മുത്തശ്ശിയുടെ പേരക്കുട്ടി ഒരു അമ്മയാകാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പാ, എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ. മുത്തശ്ശിക്ക് സന്തോഷായി. എന്നാൽ എന്റെ ഇന്ദു എന്നോടൊരു വാക്ക് പറഞ്ഞില്ലല്ലോ. ഇന്ദുവിന്റെ ആരോഗ്യമൊക്കെ നല്ലപോലെ നോക്കണേ. ആദ്യത്തെ കുട്ടിയാണ് കേട്ടോ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഈ സമയത്ത് ഇന്ദുക്കുഞ്ഞിനെ സേവിക്കാൻ ഞാൻ ഗർഭാനന്ദ ലേഹ്യം ഉണ്ടാക്കി തരാം. ആൺകുട്ടിയാണെങ്കിൽ ഇന്ദുനാഥൻ എന്നും പെൺകുട്ടിയാണെങ്കിൽ വിശ്വേന്ദു എന്നും പേരിടണം. അതെന്തിനാ? ഗുരുക്കളമാവൻ ആളൊരു തമാശക്കാരൻ. ലേശം കളറിയുണ്ട് കേട്ടോ. എന്താ പറഞ്ഞത്? ഓഫീസിൽ പോവാൻ സമയമായിരുന്നോ? മുത്തശ്ശി അവർക്ക് പോണെന്ന്. പോവാം. ഓരോ ഗ്ലാസ് കാപ്പി കുടിച്ചിട്ട് പോവാം. അത് പിന്നെ വേണ്ട, ഇനി നിന്ന ചെയർമാന്റെ വഴക്ക് കിട്ടും. എന്നാലൊരു 3 ഗ്ലാസ് ഉന്മേഷാരിഷ്ടം എടുക്കട്ടെ. എന്റെ കയ്യിൽ ഉണ്ടാക്കിയതാ. അയ്യോ, അത് വേണ്ട. ഇവർക്ക് ഓഫീസിൽ ചെന്നിട്ട് ജോലി ചെയ്യാനുള്ളതാ. ആ, തിരിച്ചു പോകാനുള്ള വഴി ചോദിച്ചില്ലേ? ആര്? ഹൈ, ഈ ചേട്ടന്റെ ഒരു മറവി. ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി വലത്തോട്ട് തിരിഞ്ഞ ആ ജംഗ്ഷനിൽ നിന്ന് ടെമ്പോ കിട്ടും. ലീവ് ഒപ്പിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോഴേ ഞാൻ കരുതിയതാ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നു. നാണക്കേടായിപ്പോയി. ഈശ്വര, ഞാൻ എന്താ ഇപ്പൊ മുത്തശ്ശിയോട് പറയാ? ആ, ഇനി ആ കാശിന്റെ കാര്യമൊക്കെ മുത്തശ്ശിയോട് പറയാൻ അയാളെ വിടണ്ട. നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ എങ്ങനെയാ അതൊക്കെ? അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇന്ദുക്കുഞ്ഞിന് വിശേഷമുള്ള സ്ഥിതിക്ക് നമ്മുടെ കാശി യാത്ര മാറ്റിവെച്ചൂടെ? താൻ പോടാ അവിടുന്ന്. കാശിക്ക് പോവാൻ തീരുമാനിച്ചപ്പോഴേ ശുഭലക്ഷണ.
ഇനി പോയില്ലെങ്കിൽ ദൈവകോപം ഉണ്ടാവും. ഉവ്വ. താൻ പോയി ആ ബാങ്കിലെ ചെക്കൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ടെന്ന് അന്വേഷിച്ചു വാ. ഇപ്പഴല്ലടോ, പിന്നെ എന്താ മുത്തശ്ശി ഇത് പാവയ്ക്ക കൊണ്ടാട്ടോ? ഇതാ ലതയെ ഏൽപ്പിച്ചാ പോരായിരുന്നോ? ഇതൊക്കെ അവര് ചെയ്താൽ ശരിയാവില്ല മോനെ. ഞാൻ കുട്ടിയെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു. ഇന്ദു പറഞ്ഞു പുതിയ ബിസിനസിന്റെ കാര്യം. മുത്തശ്ശി ഉള്ളപ്പോ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? കാശൊക്കെ ഞാൻ തരാം. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് മുത്തശ്ശിയുടെ സ്നേഹം മാത്രം മതി. ഞാൻ സ്വപ്രയത്നം കൊണ്ട് കാശുണ്ടാക്കി ആ കാശ് എന്റെ ബിസിനസ് മുടക്കിക്കൊള്ളാം. എന്റെന്നോ നിങ്ങളുടെന്നോ വല്ല വ്യത്യാസം ഉണ്ടാ കുട്ടി? നിങ്ങൾക്ക് അവകാശപ്പെട്ട കാശ് തന്നെയാ ഞാൻ തരാൻ പോണത്. അല്ല മുത്തശ്ശി, എന്നാലും വേണ്ട, ഒന്നും പറയണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് കൊണ്ടാട്ടത്തിന്റെ ഗുണമൊന്നും അറിയില്ല. പാവയ്ക്ക കൊണ്ടാട്ടം എന്ന് വെച്ചാൽ എന്താ അതിന്റെ ഒരു വിശേഷം? എന്റെ വേട്ടയ്ക്ക് ഒരു മകനെ. എന്തായി ഗുരുക്കളെ പോയ കാര്യം? സാധിച്ചു. ആ, വസ്തു വിറ്റതിന്റെ ഡ്രാഫ്റ്റും മാറി വന്നിട്ടുണ്ട്. ആ. അതും കൂടി ചേർത്ത് ഇതിൽ വരവ് വെച്ചിട്ടുണ്ട്. ഇതാ പാസ്ബുക്ക്. നാളെ ചെന്നാ തുക പിൻവലിക്കാമെന്ന് മാനേജർ പറഞ്ഞിട്ടുണ്ട്. ആ, എന്നാ നാളെ തന്നെ വിശ്വനാഥനെയും കൂട്ടി ബാങ്കിൽ പോയേക്കാം. ഗുരുക്കളും പോന്നോളൂ. ഏയ് എനിക്കിപ്പോ കാശൊന്നും വേണ്ട. തനിക്ക് കാശ് തരുന്ന കാര്യം ആരോടെ പറഞ്ഞത്? ഞാൻ കാശിന്റെ കാര്യം ഒന്നും പറഞ്ഞില്ലല്ലോ. താനല്ലേ ഇപ്പൊ പറഞ്ഞത് എനിക്ക് കാശ് വേണ്ടാന്ന്? കാശ് വേണ്ടാന്നല്ല, കാശിക്ക് പോണ്ടേ എന്നാ ഞാൻ ചോദിച്ചത്. ആ. ഈയിടെ ഇദ്ദേഹത്തിന്റെ കേൾവിക്ക് ലേശം കുറവില്ലേ എന്നൊരു സംശയം. പഴയ ലേഖ ഉണ്ടാക്കി തരട്ടെ? വേണ്ട, ആ. അത് കഴിച്ചേ പിന്നെ ഞാൻ ഈ മാതിരിയായത്. അതിരിക്കട്ടെ, നമ്മുടെ കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? കാശിക്ക് പോണ ടിക്കറ്റിന്റെ കാര്യം എന്തായി? ഞാൻ ആ കാര്യവും മറന്നു. പോയി തിരക്കിട്ട് വരാം. വേണ്ട വേണ്ട വേണ്ട, ഇനി ഏതായാലും നാളെ ബാങ്കിൽ പോകുമ്പോ അന്വേഷിച്ചാൽ മതി. ഗുരുക്കളെ, ഓ, ദൂരയാത്രയ്ക്ക് പോകാനുള്ളതല്ലേ? പ്രത്യേക തയ്യാറെടുപ്പൊന്നുമില്ലേ? അതിന് ബാങ്കിലേക്ക് അത്ര ദൂരം ഇല്ലല്ലോ. ബാങ്കിൽ പോകുന്ന കാര്യമില്ലടോ, കാശിക്ക് പോണ കാര്യം ഞാൻ അതിന് പറഞ്ഞു. ഞാൻ എന്തിനാണ് തയ്യാറാവണത്? പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോവാനാ? അല്ല, എനിക്ക് കളരിയില് ഒന്നും പറയണ്ട, താനും കൂടെ കാശിക്ക് വരുന്നു. മനസ്സിലായ? ആ, 100 വയസ്സായ തള്ള കാശിക്ക് പോണത് മനസ്സിലാക്കാം. 30 വയസ്സായ ഞാൻ എന്തിനാണ് പോണത്? എന്താ എന്താ? ഒരു 30 ദിവസമെങ്കിലും അവിടെ ഭജന ഇരിക്കണമെന്ന് പറയായിരുന്നു. 30 അല്ല, 60 ദിവസം ആയിക്കോട്ടെ. ഭഗവാന്റെ സന്നിധാനല്ലേ? ഓ, സന്നിധാനം തിരിച്ചു വന്നെന്ന് പറയാം. മുഴുവൻ പൊട്ടിത്തെറിയ അവിടെ. ഏ, ചോദിക്കണുണ്ട്, വിരോധം തോന്നരുത്. കൂട്ടുകാരനുമായി എത്ര നാളത്തെ പരിചയമുണ്ട്? അത്ര അധികം ഇല്ല. ആ, ഒരു 10-15 കൊല്ലത്തെ അടുപ്പുണ്ടാവും. ആവട്ടെ. എന്താ? അവനാള് ചതിയൻ ചന്തുന്റെ പിന്തലമുറക്കാരനാ. എന്നിട്ടൊരു വാക്ക് അവൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതിനെ കുറിച്ച്. അയ്യയ്യേ, എന്താ കുട്ടി ഇത്? ഞാനൊരു ശൈലീ പ്രയോഗം തൊടുത്തു വിട്ടെന്നല്ലേ ഉള്ളൂ. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞേക്കൂ. അവനെ തളയ്ക്കാൻ ഞാൻ ഇന്നൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്താ? അവനോട് പറഞ്ഞേക്കരുത്. ഇല്ല. രാത്രി കൃത്യം 12 മണിക്ക് മാർജാര പഞ്ചകം പൊടി കലക്കി തിളപ്പിച്ച ഒരു കുടം വെള്ളം അവന്റെ ഉച്ചിയിൽ ഒഴിക്കും. കുഞ്ഞു പറഞ്ഞ അസുഖം ഉണ്ടെന്ന് വെച്ചാൽ അവൻ അനങ്ങില്ല. ഇല്ലാന്ന് വെച്ചാൽ അനങ്ങും. അനങ്ങിയ ആ കുടം അവന്റെ ഉച്ചിയിൽ അടിച്ച് പൊട്ടിക്കും. അവന്റെ സോമനാംബുലിസം മാറ്റി ആംബുലൻസിൽ കെട്ടിയെടുപ്പിക്കും. കളരിപ്പറമ്പിലെ സൂര്യനാരായണ ഗുരുക്കളാണ് ഈ പറഞ്ഞത്, ഓർത്തോളൂ. എടാ ലൂസിഫർ! ഘാതകാ! ഞാൻ നിന്റെ രക്തം കുടിക്കും. എന്റെ ഡോറോതി എനിക്ക് കൊന്നില്ലേ? നിന്റെ ആത്മാവിനെ ഞാൻ ആവാഹിച്ചെടുക്കും. ഡേവിജോൺ, blood is thicker than water. ഹൗറ പാർവതി താരക്കുറ ധാരാളം വെള്ളം ഒഴുകി കഴിഞ്ഞു. ഇനി നിനക്ക് രക്തം കുടിച്ച് മതിയായില്ലേ? Tell me. വേണ്ട, വേണ്ട, വേണ്ട. ഗുരുക്കളെ, വല്ലതും പറ്റിയോ? എന്താ ഇത്? ഇവൻ കോളേജിൽ പഠിച്ചോണ്ടിരുന്നപ്പോ അഭിനയിച്ച നാടകത്തിലെ ഡയലോഗാ. സോംനാംബുലിസം വരുമ്പോഴൊക്കെ ഇങ്ങനെ വിളിച്ചു പറയും. ഞാൻ ഇന്ന് ലൂസിഫർ എന്ന് വിളിച്ചോ? കണ്ടാ, ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ മോൻ തിരിച്ചു പറഞ്ഞെന്താ? അത് നാടകത്തിലെ മറ്റേ കഥാപാത്രം അങ്ങോട്ട് പറയുന്നതാ. ഇതും പറഞ്ഞിട്ട് ചേട്ട ഒറ്റ അടി കൊടുത്താൽ ഇവന്റെ ഉപദ്രവം അതോടെ നിൽക്കും.
ഈ ലൂസിഫർ ഇവിടെ അധിക ദിവസം ഉണ്ടാവോ? എന്താ? അല്ല, ഉണ്ടെങ്കിൽ കുഞ്ഞു പറഞ്ഞ സംഭാഷണം എനിക്കൂടി ഒന്ന് പഠിപ്പിച്ചു തരുവോ? എന്തിനാ? ജീവിക്കാനുള്ള ആഗ്രഹം കൊണ്ട്. വിശ്വട്ടാ, വിശ്വട്ടാ, എഴുന്നേൽക്ക്. എന്തൊരോർക്കായത്? അയ്യോ, ആ മുത്തശ്ശി ഒന്നും കണ്ട? ആരുമില്ല ഇവിടെ, എല്ലാരും ബാങ്കിൽ പോയി. ഇത്ര നേരത്തെ? സമയം എത്രയെന്നാ വിചാരിച്ചേ? അയ്യോ, ഓഫീസിൽ പോകാൻ സമയമായി. ആ വക്കീൽ അവിടെ ഒന്ന് കാത്തിരിക്കും. കസ്റ്റമേഴ്സിനോടൊക്കെ ഇന്നാ വരാൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തോടെ എന്റെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കാണ് എന്റെ കുട്ടി. ഇനി ഒരുത്തന്റെ ഔദാര്യം ഇല്ലാതെ തന്നെ എനിക്ക് മുന്നോട്ട് നീങ്ങാം. യെസ്, ഐ എം ഗോയിങ് ടു പ്രൂവ് മൈസെൽഫ്. 2 ആഴ്ചക്കുള്ളിൽ സ്റ്റേ വെക്കേറ്റ് ചെയ്ത് കിട്ടും. അതുവരെ നിന്റെ കസ്റ്റമേഴ്സിനെ ഒന്ന് പിടിച്ചു നിർത്തിക്കൂടെ? അതിന്റെ ആവശ്യമില്ല. എന്നെ സംശയിച്ചവർക്ക് ഞാൻ ഫ്ലാറ്റ് കൊടുക്കുന്ന പ്രശ്നമില്ല. ഒരുത്തന്റെ സഹായം ഇല്ലാതെ തന്നെ ഈ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എല്ലാവരോടും ഇന്ന് 1 മണിക്ക് ഇവിടെ വരാനാ പറഞ്ഞിരിക്കുന്നത്. അവരുടെ എമൗണ്ട് സെറ്റ് ചെയ്താൽ പിന്നെ ടെൻഷൻ തീർന്നല്ലോ. ആ, മുത്തശ്ശി ബാങ്കിൽ നിന്ന് വരാൻ സമയമായി. ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. എന്നാലും വിശ്വം, മുത്തശ്ശിയോട് നിനക്കും പോകാമായിരുന്നു. ഉണ്ണികൃഷ്ണനെ ഒറ്റയ്ക്ക് വിട്ടത്. ഏയ്, ഉണ്ണി ആ ടൈപ്പല്ല. എന്നാലും ഒറ്റയടിക്ക് ഇത്രയും കാശൊക്കെ കൈവരികയല്ലേ? നീ പറഞ്ഞു വെച്ച് നോക്കുമ്പോ അവനത്ര പുണ്യാളൊന്നും അല്ലല്ലോ. നീ വെറുതെ മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ. നീ ഓഫീസിലേക്കല്ലേ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. ഉണ്ണി, അല്ല, വിശ്വനാഥൻ വന്നില്ലേ മുത്തശ്ശി? ഇവിടെ എത്തിയില്ലേ? ഇങ്ങോട്ട് പോരുന്നാണല്ലോ പറഞ്ഞത്. വളരെ നേരത്തെ ബാങ്കിൽ നിന്ന് പുറപ്പെട്ടതാണല്ലോ, അല്ലേ ഗുരുക്കളെ? 1 മണിക്കൂറിന് മുമ്പെങ്കിലും ഇങ്ങ് എത്തേണ്ടതാ. പിന്നെ നിങ്ങൾ എന്താ ഇത്രയും താമസിച്ചേ? അതൊക്കെ താനെന്തിനാ അറിയണേ? ഓ, കാശിയിലേക്കുള്ള ടിക്കറ്റിന്റെ കാര്യം ഏർപ്പാടാക്കാൻ പോയതാ. ഈശ്വരാനുങ്ങൾ കൊണ്ട് എല്ലാം ശരിയായി. ഒന്ന് ഉമ്മറത്തേക്ക് അറിഞ്ഞുണ്ടോ? ഇനി അടുത്ത കുസൃതി ഒപ്പിക്കാനാവും ഭാവം. ഉണ്ണികൃഷ്ണൻ ഇങ്ങോട്ട് വന്നോ? ഇല്ലല്ലോ. ആ, ഇന്നലെ വന്നിരുന്നു. ഇന്ന് നാട്ടിലേക്ക് പോവാന്ന് പറയുന്നത് കേട്ടു. കാശും കൊണ്ട് മുങ്ങി പോലും നാണമില്ലല്ലോ നിനക്കിത് പറയാൻ. ഞാൻ അവനെ കുറ്റം പറയല, അവനെ വെടുക്കൻ. സൂക്ഷിക്കേണ്ടത് നീയായിരുന്നു. സർവവും തകർന്നു നിൽക്കുകയാണ് അവരച്ഛൻ. ഞാൻ ഈ അവസ്ഥയിൽ നിങ്ങളും കൂടെ എന്നെ കൈവിട്ട. അതിനിപ്പോ ഞാൻ എന്നാ വേണമെന്നാ നീ പറയുന്നേ? അവൻ ആ പണവുമായി രക്ഷപ്പെടാൻ പാടില്ല. അതെങ്ങനാ? അവനിപ്പോ പല ഓത്താഴത്തും ചെന്ന് കാണും. ഇല്ല വ്രാച്ച, അവൻ ഈ സിറ്റി വിട്ട് പോകാൻ സമയമായിട്ടില്ല. അത് ശരി, ഞാൻ അവനെ പിടിച്ചു തരാം. തന്നാലോ? അവറാച്ചന്റെ പണം മുഴുവൻ ഉടൻ തന്നു തീർക്കാം. അതെന്നാ വർത്തമാനാടാവേ? അതിപ്പോ പിടിച്ചു തന്നില്ലേലും നീ തന്നല്ലേ പറ്റൂ. ഒറ്റ കണ്ടീഷനിൽ ഞാൻ അവനെ തപ്പിത്തരാം. തന്റെ ഏറ്റവും വലിയ സ്വപ്നമല്ലയോ ആ സ്ഥലം, അതിങ് എഴുതി തരാവോ? അയ്യോ, നല്ല സമ്മതം ഇല്ലെങ്കിൽ വേണ്ടടാവേ. തന്റെ കാശ് അവന് വിധിച്ചിട്ടുള്ളതാണെന്ന് കരുതി അങ്ങ് സമാധാനപ്പെട്ടോ? ഇല്ല, എന്റെ സ്ഥലം അവറാച്ചനെടുത്തോ. എനിക്ക് അവനെ കിട്ടിയാ മതി. എന്നാൽ അങ്ങനെ ചെല്ല് മോൻ, ചെല്ല്. മലിച്ച പറഞ്ഞെല്ലാം കേട്ടല്ലോ. ആളെ കൈ കിട്ടിയ കാശ് മാത്രം ഇവിടെ എത്തിച്ചാ മതി. അവനെ തല്ലിയോ കൊല്ലിയോ എന്നാന്ന് വെച്ചാ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു. മനസ്സിലായോ? ചെല്ല്. ആ, ഇങ്ങ വന്നേ. കാശ് കിട്ടിയാൽ ആ വിവരം വിശ്വനാഥൻ അറിയണ്ട. പറഞ്ഞ മനസ്സിലായോ? അതേടാവേ, കാശ് സ്ഥലവും അവറാച്ചന്റെ കയ്യിലിരുന്നാൽ എന്നാ പുളിക്കുവോ? കാശിയിലൊക്കെ നല്ല ചൂടായിരിക്കും, അല്ലേ ഗുരുക്കളെ? ചൂടുണ്ടാവും, നല്ല മഴയല്ലേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ഉണ്ണികൃഷ്ണൻ ഓഫീസിൽ വന്നിരുന്നോ? അതെ, അവിടെ കാണാത്തോണ്ട് വക്കീലിന്റെ അടുത്ത് അന്വേഷിച്ചപ്പോഴാ വിശ്വട്ടൻ ഇങ്ങോട്ട് വന്നിരിക്കാന്ന് അറിഞ്ഞത്. കസ്റ്റമേഴ്സിന് കൊടുക്കാനുള്ള കാശ് ഇവിടെ ഏൽപ്പിച്ചിട്ടാ പോയത്. എവിടേക്ക്? അവറാച്ചന്റെ അടുത്തേക്ക്. അയാൾക്ക് കൊടുക്കാനുള്ള കാശും കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ വിഷയം? ഒന്നുമില്ല, ഞാനിപ്പോ വരാം. മര്യാദയ്ക്ക് കാശ് തന്നേടാവേ. ഇല്ല, വിശ്വാസം വന്നോട്ടെ. ഓ, അത് ശരി.
അപ്പൊ അവൻ വണ്ണാനെ നീ തരട്ടുള്ള അല്ലയോ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. യവനെ ഒന്ന് പലകയാക്കാൻ എങ്ങനെ ഉണ്ടാവൂടാവേ? വേണ്ട രാജ, ഞാൻ ഇയാളെ തെറ്റിദ്ധരിച്ചതാ. ഉണ്ണി ഒന്നും ചെയ്യരുത്. അതെന്നാ പണിയാടാവേ? ഇടിക്കണമെന്ന് പറയുമ്പോ ഇടിക്കാനും ഇടിക്കണ്ടെന്ന് പറയുമ്പോ ഇടിക്കാതിരിക്കാനും ഞാൻ എന്നാ തന്റെ വേലക്കാരനോ മറ്റോ ആണോ? അല്ല രാജ, നിങ്ങൾക്ക് നിങ്ങളുടെ പണമല്ലേ വേണ്ടത്? അത് ഞാൻ തരാം. കാശ് ആർക്ക് വേണോടാവേ? നീ ആ വസ്തു എഴുതി തരാമെന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ എഴുതി തന്നേരെ. ജോണിച്ചോ, ആ മുദ്രപത്രം ഇങ്ങെടുത്തോ. വേണ്ട വിശ്വ, ആ പ്രോജക്റ്റ് ആണ് നിന്റെ ഏറ്റവും വലിയ സ്വപ്നം. അതിനുവേണ്ടിയാണ് നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടത്. ആ സ്ഥലം ഒരിക്കലും വിട്ടുകൊടുക്കരുത്. തരില്ല എന്ന് പറ. ആ സ്ഥലം തരുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആണുങ്ങളായ വാക്കിന് വില വേണ്ടായോ? തരാതെ പിന്നെ നീ ജീവനോട് എങ്ങനെയാ ഇവിടുന്ന് പോകുന്നേ? ഇതാ തന്റെ പണം. എന്റെ സ്ഥലത്തിന്റെ ആധാരം ഇതാ. തരാനാ പറഞ്ഞത്. അയ്യോ, തരാം. എന്തെത്ര വൈകിയത്? അത് യവനൊരു ജോലി ശരിയാക്കാൻ വേണ്ടി പോയിരുന്നതാ. കിട്ടി. വിശ്വനാഥ. എന്താ മുത്തശ്ശി? തന്നെയല്ല, വിശ്വനാഥൻ അവിടെ നിൽക്കൂ. വിശ്വനാഥൻ ഇനി ചെവി കേൾക്കില്ലെന്നും കൂടിയുണ്ടോ? ഗുരുക്കളെ, പോലീസ് എപ്പോ എത്തുന്നാ പറഞ്ഞത്? എന്തിനാ മുത്തശ്ശി പോലീസ്? അറിയില്ലേ, ആൾമാറാട്ടോ എന്ന് പറഞ്ഞ കേസ് സിവിലല്ല, ക്രിമിനലാ. വിശ്വം ഒന്നും പറയണ്ട, എല്ലാ നാടകങ്ങളും മുത്തശ്ശി അറിഞ്ഞിരിക്കണു. ഞാനും. മുത്തശ്ശി ഞങ്ങളോട് ക്ഷമിക്കണം. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ. കുഞ്ഞിനി ഒന്നും പറയണ്ട. ഇവനെ കണ്ട അന്ന് തന്നെ എനിക്ക് തോന്നി ഇവൻ ചതിയൻ ചന്തുന്റെ പിന്തലപുറക്കാരനാണെന്ന്.
ഇന്ദുമോടെ ഭർത്താവാകാൻ എന്തുകൊണ്ട് യോഗ്യൻ കുഞ്ഞു തന്നെയാ. ആ തച്ചോളി ഉദയന്റെ കെട്ടും മട്ടും പിന്നെ തിളച്ചു വെള്ളം ഒഴിക്കാനും കുടമിട്ട് ഉടയ്ക്കാനും പറഞ്ഞത് ഈ അരിങ്ങോടനാണ്. നിർത്തണം. താൻ ആള് കൊള്ളാലോ. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റന്നെയാ. ഇവര് രണ്ടുപേരും അല്ല 4 പേരും കുറ്റക്കാരാ. തെരഞ്ഞെടുത്ത വഴി തെറ്റായിരുന്നെങ്കിലും എല്ലാവരുടെയും ഉദ്ദേശം നന്മയായിരുന്നു. അതുകൊണ്ട് മാത്രം മുത്തശ്ശി എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു. അതെ കുഞ്ഞുങ്ങളെ, ഞാനും ക്ഷമിച്ചിരിക്കണു. എന്നാ പിന്നെ എന്താ താൻ? ഞാൻ പോവുകയാണ് മുത്തശ്ശി. എങ്ങോട്ട്? അത് തീരുമാനിച്ചിട്ടില്ല. ആഹാ, അങ്ങനെങ്ങ് പോയാലോ? ഇവിടെ ഒരാള് ശമ്പളത്തിന്റെ 1/3 സ്ഥിരമായിട്ട് ഉണ്ണിക്ക് വേണ്ടി നീക്കി വെക്കാൻ തീരുമാനിച്ചിരിക്കുക. എന്താ ഈ ശമ്പളത്തിന്റെ 1/3? എന്ന് അങ്ങനെയാണെങ്കില് വിവാഹത്തിന് മുമ്പ് എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഐശ്വര്യ ദാമ്പത്യ ദായനി ലേഹ്യം ഓരോ ഭരണം ഞാൻ ഇവർക്ക് കൊടുക്കാം. ഇനിയുള്ള ജീവിതം അങ്ങോട്ട് ഐശ്വര്യ സമ്പൂർണമായിക്കോട്ടെ. എന്താ?